ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കാണ്. ഇംഗ്ലീഷിൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് യൂണിറ്റ് 1 ഹാർമണി ഓഫ് മാർവൽസ് എന്നുള്ള യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററായ എ റോബോട്ട് വിത്ത് എ വൈറസ് ആണ്. എ റോബോട്ട് വിത്ത് എ വൈറസിലെ 2 ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ 3ാമത്തെ ക്ലാസ്സാണ്. ഇതിൽ ആക്ടിവിറ്റീസ്, അതിൻ്റെ ഉത്തരങ്ങൾ അടങ്ങിയ ക്ലാസ്സാണിത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് ഇനാബിൾ ചെയ്ത് വെക്കുക. ഇംഗ്ലീഷിൻ്റെ മാത്രമല്ല എല്ലാ സബ്ജക്ട്സിൻ്റെയും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. എ റോബോട്ട് വിത്ത് എ വൈറസ്, അതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. നമുക്ക് നോക്കാം. ആക്ടിവിറ്റീസ്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള മലയാളത്തിലുള്ള സ്റ്റോറി വേണമെങ്കിൽ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ ലിങ്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ. നമ്മളതിൻ്റെ ലിങ്ക് എല്ലാത്തിൻ്റെയും വീഡിയോസ് നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്. ക്ലാസ് 7 ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളതിൻ്റെ ലിങ്ക് കൊടുക്കാം. ആദ്യത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ദീസ് ആർ സം ഓഫ് ദി ഇവൻറ്റ്സ് ദാറ്റ് ആർ ഡിസ്ക്രൈബ്ഡ് ഇൻ ദ സ്റ്റോറി, റീഡ് ദം കെയർഫുള്ളി. തന്നിരിക്കുന്ന 10 ഇവൻറ്റ്സും ഈ സ്റ്റോറിയിൽ നിന്നുള്ള കാര്യങ്ങളാണ്. ഇതിനെ നമ്മൾ വായിച്ചിട്ട് എന്ത് ചെയ്യണം? ആദ്യം ഇതൊന്ന് വായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളത് ഡീറ്റെയിൽ ആയി വായിച്ചതിന് ശേഷം അറേഞ്ച് ദ ഇവൻറ്റ്സ് ഇൻ ഓർഡറിൽ എഴുതുക എന്നാണ്. നമുക്ക് ആദ്യം ഈ 10 നിങ്ങൾ നോക്കിക്കോളൂ. ഓർഡറിൽ എഴുതുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം ഏതാണ്, രണ്ടാമത് ഏതാണെന്ന് നോക്കാം. ആദ്യത്തെ ഫസ്റ്റ് വൺ അവർ തന്നിട്ടുണ്ട്. റിക്കീസ് പാരൻസ് പർച്ചേസ് ദി ബട്ട്ലർ റോബോട്ട്. ബട്ട്ലർ റോബോട്ടിനെ റിക്കിയുടെ പാരൻസ് പർച്ചേസ് ചെയ്തു. റിക്കീസ് മദർ ഗീവ്സ് ഹിം കോഴ്സ് ടു ഡു അറൗണ്ട് ദ ഹൗസ്. റിക്കി വേക്സ് അപ്പ് to find his room perfectly clean and tidy. Ricky searches for his missing t-shirt and football. Ricky follows the butler robot around the house to spy on it. Ricky catches the butler robot red-handed. Ricky complains to his parents about the butler robot. Ricky becomes ashamed of how he treated his belongings. Ricky starts taking better care of his possessions. Ricky decides to become a maximum efficiency boy. ഇങ്ങനെയാണ് ഓർഡറിൽ ഈ 10 നിങ്ങൾ എഴുതേണ്ടത്. ആവശ്യമുള്ളവർ നോട്ട് ചെയ്തെടുക്കുക. ബി ക്വസ്റ്റ്യൻ വരുന്നത് റൈറ്റ് എ പാരഗ്രാഫ് യൂസിങ് ദ ഇവൻറ്റ്സ് ഡിസ്ക്രൈബ്ഡ് എബോവ്. ഈ 10 നമ്മൾ ഈ 10 ഇവൻറ്റ്സ് എഴുതി വെച്ചിട്ട് നമ്മളൊരു പാരഗ്രാഫ് എഴുതണം. അപ്പോൾ പാരഗ്രാഫ് നോക്കാം. Ricky's parents bought a butler robot. Ricky's mother gives him chores to do around the house. One morning, Ricky woke up and found his room perfectly clean and tidy. But soon he realized that his favorite t-shirt and football were missing. He searched for his missing t-shirt and football everywhere. He followed the butler robot around the house to spy on it. Ricky caught the butler robot red-handed. Ricky complained to his parents about the butler robot. Ricky becomes ashamed of how he treated his belongings. Ricky started taking better care of his possessions. Ricky decided to become a maximum efficiency boy. ഇങ്ങനെയാണ് പാരഗ്രാഫ് നിങ്ങൾ എഴുതേണ്ടത്. രണ്ടാമത്തെ ആക്ടിവിറ്റി വരുന്നത് വി സോ എ ചേഞ്ച് ഇൻ റിക്കീസ് ബിഹേവിയർ അറ്റ് ദ എൻഡ്, റൈറ്റ് ദം ബിലോ. അപ്പോൾ നമ്മൾ ഈ കഥയുടെ അവസാനം റിക്കിയുടെ സ്വഭാവത്തിലൊരു മാറ്റം നമുക്കിതിൽ കാണാൻ കഴിയും. അതിൽ ബിഫോറും ആഫ്റ്ററും റിക്കിയുടെ സ്വഭാവം മുമ്പ് എങ്ങനെയായിരുന്നു, മാറിയതിന് ശേഷം എങ്ങനെയാണ് എന്നുള്ളത് എഴുതണം. റിക്കി വാസ് മെസ്സി ആൻഡ് കെയർലെസ് ആയ ഒരു ബോയ് ആയിരുന്നു ആദ്യം. ശേഷം എന്തായി, റിക്കി ബിക്കേം മോർ കെയർഫുൾ ഓഫ് ഹിസ് ബിലോങ്ങിങ്സ്. വളരെയധികം ശ്രദ്ധിക്കുന്ന ആളായി. He just threw his belongings all over the place without caring. He started to keep his room neat and tidy. He cared for nothing. He began to help people and buy needful things for them. Ricky complains to his parents about the butler robot. Ricky becomes ashamed of how he treated his belongings. He was slovenly in his habits. He became a maximum efficiency boy. ഇപ്പോൾ ബിഫോറും ആഫ്റ്ററും ആണ് നമ്മൾ പറഞ്ഞത്. ആ ബ്ലൂ ലെറ്റേഴ്സിൽ എഴുതിയതെല്ലാം ബിഫോർ ആണ്, റെഡ് ലെറ്റേഴ്സിൽ എഴുതിയതെല്ലാം ആഫ്റ്റർ ആണ്. നെക്സ്റ്റ് തേർഡ് ആക്ടിവിറ്റി വരുന്നത് റിക്കി ടെൽസ് ഹിസ് ബെസ്റ്റ് ഫ്രണ്ട് റോബിൻ അബൌട്ട് ദ റോബോട്ട് ദാറ്റ് ഹിസ് ഫാദർ ബോട്ട്. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ റിക്കി ആൻഡ് റോബിൻ. അപ്പോൾ റിക്കി അവൻ്റെ ഫ്രണ്ട് റോബിനോട് ഈ റോബോട്ടിനെ കുറിച്ചിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ റിക്കി റോബിനും തമ്മിലുള്ള കോൺവെർസേഷനാണ് നമുക്കിവിടെ എഴുതേണ്ടത്. ഫസ്റ്റ് ലൈൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ തന്നിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. റിക്കി, ഹേ യു വോണ്ട് ബിലീവ് വാട്ട് ഹാപ്പൻ, മൈ ഫാദർ ബോട്ട് എ റോബോട്ട്. ഞാൻ പറയുന്നത് നിനക്ക് വിശ്വസിക്കാൻ കഴിയില്ല, എൻ്റെ അച്ഛൻ ഒരു റോബോട്ട് വാങ്ങിയിട്ട് വന്നു. അപ്പോൾ റോബിൻ എന്താ പറയുക? വാട്ട് എ റോബോട്ട്, ഇറ്റ്സ് റിയലി അമേസിങ്.
റിക്കി പറയും ഇറ്റ് ഇസ് ദ ലേറ്റസ്റ്റ് മോഡൽ ഓഫ് എ ബട്ട്ലർ റോബോട്ട്. ഇറ്റ് ക്യാൻ കുക്ക്, ക്ലീൻ ആൻഡ് അയൺ ദ ക്ലോത്ത്സ്. ബട്ട്ലർ റോബോട്ടിൻ്റെ ലേറ്റസ്റ്റ് മോഡലാണ്. അതിന് കുക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനും അയൺ ചെയ്യാനും ഒക്കെ അറിയാം. റോബിൻ അമേസിങ്, ഹൗ ലക്കി യു ആർ. നീ വളരെ ലക്കിയാണ് റിക്കി. ബട്ട് സംതിങ് വിയേർഡ് ഹാപ്പൻ. പക്ഷേ ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. വാട്ട് ഹാപ്പൻഡ് റിക്കി? ഐ കുഡൻറ്റ് ഫൈൻഡ് മൈ ഫേവറേറ്റ് ടീഷർട്ട് ആൻഡ് മൈ ഫുട്ബോൾ. എനിക്ക് എൻ്റെ ഫേവറേറ്റ് ടീഷർട്ടും ഫുട്ബോളും ഒന്നും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ഇറ്റ് ടുക്ക് മൈ തിങ്സ് വിതൗട്ട് മൈ പെർമിഷൻ. എൻ്റെ പെർമിഷൻ ഇല്ലാണ്ട് ആ റോബോട്ട് അതെല്ലാം എടുത്തിട്ട് പോവുകയാണ്. അപ്പോൾ റോബിൻ പറയും ഡിഡിൻറ്റ് യു ഇൻഫോം യുവർ പാരൻസ്? നീ ഇത് പാരൻസിനോട് പറഞ്ഞില്ലേ? അപ്പോൾ റിക്കി യെസ് ബട്ട് ദേ ഡിഡിൻറ്റ് ബിലീവ് മീ ബട്ട് ഐ കോട്ട് ദ റോബോട്ട് റെഡ് ഹാൻഡഡ്. പറഞ്ഞു, പക്ഷെ അവരെന്നെ വിശ്വസിച്ചില്ല. ഞാൻ അവനെ കൈയോടെ പിടിച്ചു. റോബിൻ ഓ ദാറ്റ് സ്ട്രേഞ്ച്, മേ ബി ദ റോബോട്ട് ഇസ് ട്രൈങ് ടു ഹെൽപ്പ് യു. ഓ അപ്പോൾ ചിലപ്പോൾ റോബോട്ട് നിന്നെ സഹായിക്കുകയായിരിക്കും. റിക്കി ഇറ്റ് കളക്ട്സ് അൺവാണ്ടഡ് തിങ്സ് ആൻഡ് പുട്ട്സ് ദം ടു പ്ലേസസ് വേർ അതർ ഹ്യൂമൻസ് ക്യാൻ യൂസ് ദം. റിക്കി പറയും ഈ റോബോട്ട് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് ഇത് ആവശ്യമുള്ള ഹ്യൂമൻസ് യൂസ് ചെയ്യില്ലേ അവിടെ കൊണ്ടുപോയി ആ പ്ലേസസിലാണ് ഇത് കൊണ്ടുപോയി ഇടുന്നത് എന്ന് പറയും. റോബിൻ ദാറ്റ്സ് ഓസം, ദ റോബോട്ട് ഇസ് എ വണ്ടർഫുൾ ഡിവൈസ്. ഓ അത് അടിപൊളിയാണ്, റോബോട്ട് ഒരു വണ്ടർഫുൾ ഡിവൈസ് ആണ്. ഓക്കെ റിക്കി യെസ് റിയലി ഓസം. അടുത്തത് റീഡ് ദ ഫോളോയിങ് പാർട്ട് ഫ്രം ദ സ്റ്റോറി ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഫാദറും റിക്കിയും തമ്മിലുള്ള ഒരു പാർട്ട് നമുക്ക് തന്നിട്ടുണ്ട്. പിക്ക് ഔട്ട് ദ എക്സ്പ്രഷൻ ഫ്രം ദ പാസേജ് വിച്ച് ഷോ ഡിസഗ്രിമെൻറ്റ്. ഇതിൽ ഡിസഗ്രിമെൻറ്റ് പറ്റില്ല എന്ന് പറയുന്ന സെൻറ്റൻസസ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. അപ്പം നമുക്കതിൽ കാണുമ്പോൾ തന്നെ ഞാൻ എല്ലാം വായിക്കുന്നില്ല. ഇവിടെ നോക്കൂ, ഐ ഡോണ്ട് തിങ്ക് സോ, ഡോണ്ട് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ യു ഡോണ്ട് എന്ന് പറയുന്നത്, ഐ കാൺട്ട് എഗ്രി. ഇങ്ങനെ വരുന്നതൊക്കെ നമുക്ക് ഒരു നെഗറ്റീവ് വേർഡ്സിൽ വരുന്നതാണ്, ഒരു ഡിസഗ്രിമെൻറ്റ് കാണിക്കുന്നതാണ്. ഐ ഡോണ്ട് തിങ്ക് സോ കണ്ടോ. അതുപോലെ തന്നെ യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ എ റോബോട്ട് വർക്ക്സ്, ഇതാണ്. അതുപോലെ തന്നെ ഐ കാൺട്ട് എഗ്രി, ഇതെല്ലാം ഡിസഗ്രിമെൻറ്റ് പറ്റില്ല എന്ന് കാണിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ കാണിക്കുന്ന വേർഡ്സ് ആണ് കേട്ടോ. അടുത്തത് നൗ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് വാട്ട് അതുൽ ആൻഡ് അഞ്ജു ഹാവ് ടു സേ അബൌട്ട് റോബോട്ട്സ്. അപ്പോൾ അതുലും അഞ്ജുവും റോബോട്ട്സിനെ കുറിച്ച് പറയുന്ന കോൺവെർസേഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ അതുൽ പറയുന്നുണ്ട് റോബോട്ട്സ് ഓസോമാണ്, അതിന് ഒരുപാട് കാര്യങ്ങൾ മനുഷ്യർ ചെയ്യാൻ പറ്റാതെ ചെയ്യാൻ സാധിക്കുമെന്ന്. അപ്പോൾ അഞ്ജുവും പറയുന്നുണ്ട് അതേ പറ്റും, അതിന് ഐ ക്യാൻ ഡു ഐ അഗ്രി ദേ ക്യാൻ ഡു കൂൾ സ്റ്റഫ് ബട്ട് ദർ ആർ സം ഡൗൺ സൈഡ്സ് ടു ദം ടു. പക്ഷെ അതിന് കുറേ നെഗറ്റീവ്സ് ഉണ്ടെന്ന് അഞ്ജു പറയുന്നുണ്ട്. അപ്പോൾ അതുൽ പറയുന്നുണ്ട് ശരിയാണ്. ആദ്യം നമുക്കതിൻ്റെ അഡ്വാൻറ്റേജസിനെ കുറിച്ച് പറയാം. റോബോട്ട്സിന് 24/7, അതായത് 24 മണിക്കൂറും അത് ജോലി ചെയ്യും ടയേർഡ് ആവാതെ. അപ്പം അഞ്ജു പറയും അത് സത്യമാണ്, സൂപ്പർ ഹെൽപ്പേഴ്സ് ആണ്. ഫാക്ടറീസിലൊക്കെ അവർക്ക് പെട്ടെന്ന് വർക്ക് ചെയ്യാൻ സാധിക്കും റോബോട്ട്സിന്, മനുഷ്യന്മാരെ പോലെ അല്ലല്ലോ. അപ്പോൾ അതുൽ പറയും സത്യമാണ്. ആൻഡ് ദേ ക്യാൻ ഗോ ടു പ്ലേസസ് ദാറ്റ് ആർ ടു ഡേഞ്ചറസ് ഫോർ പീപ്പിൾ. മനുഷ്യന് പോകാൻ സാധിക്കാത്ത ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് റോബോട്ടിന് വിടാം, പോകാൻ സാധിക്കും. ഡീപ് സീ ഓർ ഔട്ടർ സ്പേസിലേക്കൊക്കെ, ആഴക്കടലിലേക്കും അതുപോലെ തന്നെ സ്പേസിലേക്കും ഒക്കെ അവരെ റോബോട്ടിനെ അയക്കാൻ സാധിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അഞ്ജു പറയും ഐ സി യുവർ പോയിന്റ്, എനിക്കിതിൻ്റെ പോയിന്റ് മനസ്സിലായി. പക്ഷേ മനുഷ്യൻ ചെയ്യേണ്ട ജോലികൾ റോബോട്ട്സ് എടുക്കുമ്പോൾ, റോബോട്ട്സിന് ആയി മാറുമ്പോൾ അതിനെക്കുറിച്ചാണ് പിന്നീട് സംസാരിക്കുന്നത്. അപ്പം അതിൽ പറയും അതൊരു ഡിസഡ്വാൻറ്റേജ് ആണല്ലേ, മനുഷ്യന് കിട്ടേണ്ട പല ജോലികളും റോബോട്ട് വരികയാണ്. പുതിയ പുതിയ ഫീൽഡിൽ ഫുൾ റോബോട്ട്സ് വരുമ്പോൾ മനുഷ്യന് ജോലി ഇല്ലാതെ ആവും. അത് ശരിയാണെന്ന് അഞ്ജു പറയുന്നുണ്ട്. ബട്ട് നോട്ട് എവ്രി വൺ ക്യാൻ അഫോർഡ് റോബോട്ട്സ്. എല്ലാവർക്കും റോബോട്ട്സിനെ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ വീട്ടു ജോലികളിലൊക്കെ അവർ സഹായിക്കുന്നത് ഓക്കെ, പക്ഷെ റോബോട്ട്സിന് എല്ലാവർക്കും വാങ്ങാൻ പറ്റില്ല അല്ലേ, വളരെ എക്സ്പെൻസീവ് ആണ് ബിൽഡ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും. അതിൽ പറയും എഗ്രി ചെയ്യണു, കോസ്റ്റ് ഒരു പ്രോബ്ലമാണ്. ബട്ട് തിങ്ക് ഹൗ ദേ ക്യാൻ ഹെൽപ്പ് ഡിഫറെൻ്റ്ലി ഏബിൾ പീപ്പിൾ. പക്ഷെ നമുക്ക് ഡിഫറെൻ്റ്ലി ഏബിൾ പീപ്പിൾ ഉണ്ട് അല്ലേ, ഇപ്പോൾ നടക്കാൻ പറ്റാത്തവർ, കണ്ണ് കാണാൻ പറ്റാത്തവർ, അങ്ങനെ ഒരുപാട് മെൻ്റലി പ്രോബ്ലം, അങ്ങനെ കുറേ അസുഖമുള്ള അല്ലെങ്കിൽ പറ്റാത്ത ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളുണ്ടാവും. അവർക്കൊക്കെ ഈ റോബോട്ട് ഒരു സഹായമായിരിക്കും. പഞ്ച് പറയും ദാറ്റ്സ് എ ഗ്രേറ്റ് അഡ്വാൻറ്റേജ്, റോബോട്ട്സ് ക്യാൻ ഇംപ്രൂവ് ലൈഫ്സ് ഇൻ മെനി വേസ്. അപ്പോൾ ഇവിടെ എഗ്രിമെൻറ്റും ഡിസഗ്രിമെൻറ്റും കാണിക്കുന്ന വരികളുണ്ട്. നമുക്ക് ഇതൊന്ന് ബോക്സ് ചെയ്യണം. എഗ്രിമെൻറ്റിൽ വരുന്നത് ഐ ടോട്ടലി ഗെറ്റ് ദാറ്റ്, ദാറ്റ്സ് ട്രൂ, എക്സാക്ട്ലി, ഇതൊക്കെ ഓക്കെ ശരിയാണ് എന്ന് സമ്മതിക്കുന്നതാണ്. ഡിസഗ്രിമെൻറ്റിൽ വരുന്നതുണ്ട് ഇനി ഐ എഗ്രി വരുന്നുണ്ട്, ദാറ്റ്സ് എ ഗ്രേറ്റ് അഡ്വാൻറ്റേജും എഗ്രിമെൻ്റ് ആണ്. ഡിസഗ്രിമെൻറ്റിൽ ഐ സി യുവർ പോയിന്റ് ബട്ട്, അവിടെ ഒരു ബട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തോ ഒരു എതിർപ്പുള്ള പോലെയാണ്. ദാറ്റ്സ് ട്രൂ ബട്ട്, അത് ശരിയാണ് പക്ഷേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് എഗ്രിമെൻറ്റ് കാണിക്കുന്നതും ഡിസഗ്രിമെൻറ്റ് കാണിക്കുന്ന സെൻറ്റൻസസ് ആ കോൺവെർസേഷനിൽ നിന്ന് വരുന്നത് കേട്ടോ.
നെക്സ്റ്റ് വരുന്നത് ഫിഫ്ത്ത് ആക്ടിവിറ്റി ആണ്. ലെറ്റസ് കണ്ടക്ട് എ ഡിബേറ്റ് ഇൻ ദ ക്ലാസ് ഓൺ വി കാനോട്ട് ലീവ് വിത്തൗട്ട് മൊബൈൽ ഫോൺസ്. നമുക്ക് മൊബൈൽ ഫോൺ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നതിനെ കുറിച്ചിട്ടൊരു ഡിബേറ്റ് ആണ്. നിങ്ങൾ 2 ഗ്രൂപ്പ് ആവുക. ഗ്രൂപ്പ് എ എന്ത് ചെയ്യണം? സപ്പോർട്ട് ചെയ്യണം. ഗ്രൂപ്പ് ബി അതിനെ ഓപ്പോസ് ചെയ്യണം. ആൻഡ് യു മേ ഫിക്സ് എ മോഡറേറ്റർ ഫോർ ദ ഡിബേറ്റ്. നിങ്ങൾക്ക് സെൻറ്ററിൽ ഒരു മോഡറേറ്ററിനെ വെക്കാവുന്നതാണ്. അപ്പോൾ എ ഗ്രൂപ്പ് എന്ത് ചെയ്യണം? മൊബൈൽ ഫോണിനെ സപ്പോർട്ട് ചെയ്യണം. ബി ഗ്രൂപ്പ് മൊബൈൽ ഫോണിന് എഗൈൻസ്റ്റ് ആയിട്ടുള്ള ആർഗ്യുമെൻ്റ് ആണ് പറയേണ്ടത്. അപ്പം നമുക്കതിൻ്റെ യൂസും അബ്യൂസും ആദ്യം നോക്കാം. മൊബൈൽ ഫോണിൻ്റെ യൂസ് എന്ന് പറയുന്നത് ഈസിയർ ആൻഡ് ഫാസ്റ്റർ കമ്മ്യൂണിക്കേഷൻ ആണ്. മേക്കിംഗ് ഫോൺ കോൾസ് ആൻഡ് സെൻഡിങ് മെസ്സേജസ്. നമുക്ക് കോൾ ചെയ്യാനും മെസ്സേജ് ചെയ്യാനും ഒക്കെ പറ്റും. ഫോട്ടോസ് എടുക്കാം, വീഡിയോസ് എടുക്കാം, മീഡിയ എഡിറ്റ് ചെയ്യാം, മാപ്പ് നമുക്ക് ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യാം അല്ലേ, നാവിഗേഷൻ ആപ്പ്, ഡയറക്ഷൻസ്, ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാം, സിനിമ കാണാം, മ്യൂസിക് കേൾക്കാം, ഗെയിം കളിക്കാം, ബുക്ക് വായിക്കാം, റീഡിങ് ബുക്സ് ഒക്കെ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് ഇൻഫർമേഷൻ ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റും, മെറ്റീരിയൽസ് റിസർച്ച് ചെയ്യാം. ഇതെല്ലാം ഇതിൻ്റെ യൂസേജസ് ആണ്. ഇനി ഇതിൻ്റെ അബ്യൂസ് ഉണ്ട്. ടൈം വേസ്റ്റേജ് ആണ്. ഒരുപാട് നേരം മൊബൈലിൽ തന്നെ നോക്കിയിരിക്കുമ്പോൾ സമയം നഷ്ടമാണ്. എക്സസീവ് ആയിട്ടുള്ള യൂസ് നമ്മളെ സോഷ്യൽ ഐസൊലേഷനിലേക്ക് കൊണ്ടുപോകും. നമ്മൾ ചുറ്റുമുള്ളതൊന്നും അറിയില്ല. മൊബൈലിനുള്ളിൽ മാത്രമാവും നമ്മുടെ ലോകം. ചുറ്റുമുള്ള സൊസൈറ്റിയുമായിട്ട് നമ്മളുടെ ഇൻട്രാക്ഷൻ കുറയും. ക്യാൻ ബി മിസ്യൂസ്ഡ് ഫോർ സൈബർ ബുള്ളിങ്, ചീറ്റിംഗ് എക്സെട്ര. സൈബർ ബുള്ളിങ് അതായത് നമ്മൾ ഈ ഇതിൽ തന്നെ ആണെങ്കിൽ ഒരുപാട് സൈബർ ബുള്ളിങ്ങിന് കാരണമാകും. ചീറ്റിംഗ് ഒരുപാട് നടക്കുന്നുണ്ട് ഇതിൽ വഴി. അപ്പോൾ അതിനൊക്കെ ഒരു റീസണായി മാറും അത്. അഡിക്ഷൻ ടു മൊബൈൽ ഫോൺ. മൊബൈൽ ഫോൺ അഡിക്ഷനായി മാറും. ഒരുപാട് സ്ക്രീൻ ടൈം നമുക്ക് സ്ട്രെയിനും ഹെൽത്ത് ഇഷ്യൂസൊക്കെ കൊണ്ടുവരും. കണ്ണിന് ഒരുപാട് സ്ട്രെയിൻ ആവും, നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ മൊബൈൽ ഫോൺ ക്യാൻ ബി അഡിക്റ്റീവ് ആൻഡ് മേക്ക് അസ് ഫീൽ ആൻഷ്യസ് ഓർ സ്ട്രെസ്ഡ് വെൻ വി കാണ്ട് യൂസ് ദം. നമുക്കത് ഒരു ദിവസം കിട്ടിയില്ലെങ്കിൽ വളരെ സ്ട്രെസ്ഫുള്ളായിട്ട് നമുക്ക് തോന്നും. നമ്മളെ അതുമായിട്ട് അതിനെ അഡിക്റ്റഡ് ആക്കുന്നൊരു പ്രവണതയും കൂടെ മൊബൈൽസിനുണ്ട്. അപ്പോൾ ഇതിൻ്റെ യൂസും അബ്യൂസും ആണ് പറഞ്ഞത്. അടുത്തത് ആക്ടിവിറ്റി 6 ആണ്. സാറ ഹാസ് ബോട്ട് എ വാഷിംഗ് മെഷീൻ ഫ്രം എ പോപ്പുലർ ഔട്ട്ലെറ്റ്. അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഹാസ് സ്റ്റോപ്ഡ് വർക്കിംഗ്. അപ്പോൾ സാറ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഔട്ട്ലെറ്റിൽ നിന്ന് എന്ത് വാങ്ങിച്ചു? ഒരു വാഷിംഗ് മെഷീൻ വാങ്ങുകയാണ്. പക്ഷേ ആ വാഷിംഗ് മെഷീൻ പെട്ടെന്ന് നിന്നു, സ്റ്റോപ്പായി വർക്ക് ചെയ്യാണ്ട്. സോ ആ കമ്പനിക്ക് അത് റിപ്പയർ ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ട് അവരൊരു ഇമെയിൽ എഴുതുകയാണ്. എപ്പോഴും ഒരു ഇമെയിൽ എഴുതുന്ന സമയത്ത് ആരാണ് ടൂവും എന്ത് വേണം, നമ്മൾ ആർക്കാണെന്നുള്ളത് ഫ്രം അതിൽ കൊടുക്കണം. ഫ്രം നമ്മുടെയാണ്, ടു നമ്മളതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അവരുടെ അഡ്രസ്സ് @gmail.com കൊടുക്കുക. നമ്മുടെ സബ്ജക്റ്റ് കംപ്ലയിൻറ്റ് റിഗാർഡിങ് വാഷിംഗ് മെഷീൻ ആണ്. സർ എന്ന് പറഞ്ഞിട്ട് വാഷിംഗ് മെഷീൻ കംപ്ലയിൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സാറ. ഇനി റിക്കി കെപ്റ്റ് ഓൺ കംപ്ലൈനിങ് ടു ഹിസ് പാരൻസ് അബൌട്ട് ദ റോബോട്ട്. റിക്കിയും ഇവിടെ റോബോട്ടിനെ കുറിച്ച് പാരൻസിനോട് കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ബട്ട് ദേ ഡിഡൻ ലിസൺ ടു ഹിം. പക്ഷെ പാരൻസ് അവൻ്റെ കംപ്ലൈൻറ്റ് കേൾക്കുന്നതേ ഇല്ല. So he decided to register a complaint through email with the robot manufacturing company asking them to replace the misprogrammed robot. അപ്പോൾ റിക്കി ഈ റോബോട്ട് ഉണ്ടാക്കിയ കമ്പനിക്ക് ഒരു മെയിൽ അയക്കുകയാണ്. ഈ റോബോട്ട് മിസ്പ്രോഗ്രാംഡ് ആണ്, ശരിക്കുള്ള പ്രോഗ്രാമിംഗ് അല്ല ഇതിൽ ചെയ്തിരിക്കുന്നത്, ഞങ്ങൾക്കിതിനെ റീപ്ലേസ് ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ടാണ് റിക്കി എന്ത് ചെയ്യുന്നത്? കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യുന്നത്. ഹെൽപ്പ് ഹിം പ്രിപ്പയർ ആൻ ഇമെയിൽ ആണ്. അവനെ ഒരു ഇമെയിൽ എഴുതാൻ സഹായിക്കണം. ഫ്രമ്മും ടൂവും നമ്മൾ ആദ്യം കൊടുക്കണം. ഫ്രം റിക്കി തന്നെയാണ്, ricky@gmail.com. ടു നമ്മൾ മാനുഫാക്ചറിങ് കമ്പനിക്കാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പേര് കൊടുക്കുക. abcd@gmail.com 123@gmail.com ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. സബ്ജക്റ്റ് എന്താണ്? റീപ്ലേസ്മെൻറ്റ് ഓഫ് ദ മിസ്പ്രോഗ്രാംഡ് റോബോട്ടാണ്. റീപ്ലേസ്മെൻറ്റ് ഓഫ് ദ മിസ്പ്രോഗ്രാംഡ് റോബോട്ടാണ്. Sir, my name is Ricky. My father purchased a robot from your company a few weeks ago. എൻ്റെ പേര് റിക്കി ആണ്. എൻ്റെ അച്ഛൻ കുറച്ച് വീക്സ് മുമ്പ് ഒരു റോബോട്ടിനെ പർച്ചേസ് ചെയ്തു. ബട്ട് ഇറ്റ് ഇസ് നോട്ട് വർക്കിംഗ് പ്രോപ്പർലി. പക്ഷെ അത് ശരിയായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ഐ തിങ്ക് ദ റോബോട്ട് ഇസ് മിസ്പ്രോഗ്രാംഡ് ആൻഡ് ഡസ് തിങ്സ് ദാറ്റ് വി ഡോണ്ട് വാണ്ട് ഇറ്റ് ടു ഡു. അത് മിസ്പ്രോഗ്രാം ആണെന്ന് തോന്നുന്നു. അത് ഞങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് അത് ചെയ്യുന്നത്. സോ ക്യാൻ യു പ്ലീസ് റീപ്ലേസ് ദ റോബോട്ട് വിത്ത് എ ന്യൂ വൺ. ഞങ്ങൾക്ക് ഈ റോബോട്ടിനെ മാറ്റി വേറൊരു റോബോട്ടിനെ റീപ്ലേസ് ചെയ്ത് തരുമോ? ഐ ഹാവ് അറ്റാച്ച്ഡ് സം പിക്ചേഴ്സ് ഓഫ് ദ റോബോട്ട്സ് പ്രോബ്ലം. ഞാൻ ഇതിൻ്റെ കൂടെ എന്താണ് റോബോട്ടിൻ്റെ ശരിയായ പ്രോബ്ലം എന്ന് കാണിച്ചുകൊണ്ട് കുറച്ച് പിക്ചേഴ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ കൈൻഡ്ലി അറ്റൻഡ് ടു ദ ഇഷ്യൂസ് ആസ് സൂൺ ആസ് പോസിബിൾ.
എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി തരണം, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രോബ്ലം അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് റിക്കി ഒരു മെയിൽ അയക്കുകയാണ്. ലാസ്റ്റ് റിക്കിയുടെ പേരും കൂടെ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു മെയിൽ പ്രിപ്പയർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് പസിലാണ്. പസിലിൽ നമുക്ക് എക്രോസും ഡൗണും തന്നിട്ടുണ്ട്. എക്രോസിൽ ഫസ്റ്റ് ക്ലീൻ ദ വാട്ടർ ആണ്. ക്ലീൻ ദ വാട്ടറിൽ വരുമ്പോൾ വാഷാണ്. മൂന്നാമത്തെ ഫ്രീ ഫ്രം ഡേർട്ട് ആണ്. അപ്പോൾ 3 ക്ലീൻ അവർ തന്നെ തന്നിട്ടുണ്ട്. 4 തിങ്സ് യൂസ്ഡ് ഫോർ വൈപ്പിംഗ് ഫ്ലോർസ് ക്ലീൻ ആണ്. മോപ്പാണ്. ഡൗണിൽ ക്ലീനിങ് വിത്ത് എ ബ്രൂം ആണ്, ചൂലുകൊണ്ട്. അത് നമ്മൾ സ്വീപ്പ് എന്നാണ് പറയുക. 3 കട്ട് സംതിങ് ഇൻ ടു പീസസ് വിത്ത് റിപ്പീറ്റഡ് ഷാർപ്പ് ബ്ലോസ് ആണ്. 3 ചോപ്പാണ് കേട്ടോ. ഇങ്ങനെയാണ് പസിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. എക്രോസും ഡൗണും നമ്മൾ ചെയ്തിട്ടുണ്ട്. 8ാമത്തെ നമുക്ക് റിക്കീസ് മദർ വാണ്ടഡ് ഹിം ടു ഡു വേരിയസ് ഹൗസ് ഹോൾഡ് കോഴ്സ്. ഹിയർ ഈസ് വാട്ട് ഷീ കീപ്സ് ടെല്ലിങ് ഹിം. യുവർ പാരൻസ് ടു മൈറ്റ് ഹാവ് ആസ്ക്ഡ് യു ടു ഡു സർട്ടൻ തിങ്സ്, റൈറ്റ് എ ഫ്യൂ ഓഫ് ദം. നിങ്ങളുടെ പാരൻസും നിങ്ങളോട് അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് പറയാറില്ലേ, റിക്കിയുടെ പാരൻസ് പറയുന്ന പോലെ. അതെന്തൊക്കെയാണെന്നാണ് ചോദ്യം. ഓർഗനൈസ് യുവർ ടോയ്സ്, സോർട്ട് ആൻഡ് ഫോൾഡ് യുവർ ഡ്രസ്സസ്, clean your dishes after eating, brush your teeth and wash your face before bedtime, serve the table for dinner. ഇത് നിങ്ങളുടെ പാരൻസ് പറയുന്നത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. How will you ask your parents to do something for you? ഇനി നിങ്ങൾ നിങ്ങളുടെ പാരൻസിനോട് നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരാൻ എങ്ങനെയാണ് ചോദിക്കുക? മദർ പ്ലീസ് ഹെൽപ്പ് മീ പാക്ക് മൈ ലഞ്ച്. പ്ലീസ് അവിടെ ചേർത്തണം. അമ്മേ എൻ്റെ ലഞ്ച് എനിക്കൊന്ന് പാക്ക് ചെയ്ത് തരൂ. മോം ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് മൈ ഹോംവർക്ക്. എൻ്റെ ഹോംവർക്കിന് എന്നെ ഒന്ന് സഹായിക്കാമോ? എപ്പോഴും പൊളൈറ്റായിട്ടേ ചോദിക്കാൻ പറ്റുള്ളൂ, ഓർഡർ ചെയ്യാൻ പറ്റില്ല പാരൻസിനോട്. ഡാഡ് പ്ലീസ് ക്യാൻ യു പ്ലീസ് പ്ലേ വിത്ത് മീ ചെസ്. കണ്ടോ, ഇവിടെ ഒരു പ്ലീസ് ചേർത്തിയിട്ടാണ് എൻ്റെ കൂടെ ചെസ് കളിക്കാൻ വരാമോ എന്നാണ് ചോദ്യം. പ്ലീസ് ക്യാൻ ഐ പ്ലേ ഔട്ട്സൈഡ് ഫോർ എ വൈൽ. ഞാനൊന്ന് പുറത്ത് പോയി കളിച്ചോട്ടെ. അങ്ങനെയാണ്. അല്ലാതെ നമ്മൾ പാരൻസിനോട് പറയുമ്പോൾ ഒരിക്കലും ഒരു കമാൻഡിങ് ഇവിടെ പറ്റില്ല. നമ്മൾ പൊളൈറ്റായിട്ട് വേണം ചോദിക്കാൻ. മദർ വിൽ യു റീഡ് എ ബെഡ് ടൈം സ്റ്റോറി ഫോർ മീ. എനിക്ക് ഒരു കഥ വായിച്ചു തരാമോ ഉറങ്ങുമ്പോൾ? അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാവുന്നതാണ് വിത്ത് റെസ്പെക്ട്. 9 ലുക്ക് അറ്റ് ദ ഫോളോയിങ് പാരഗ്രാഫ് ഫ്രം ദ സ്റ്റോറി ആണ്. സ്റ്റോറിയിൽ നിന്നുള്ള ഒരു പാരഗ്രാഫ് അവിടെ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ചു നോക്കുക. ട്രൈ ടു ഫൈൻഡ് സെന്റൻസസ് ഓഫ് എ സിമിലർ പാറ്റേൺ ഫ്രം ദ പാരഗ്രാഫ് ഗിവൺ ബിലോ, റൈറ്റ് ദം ഡൗൺ ഇൻ ദ സ്പേസ് ഗിവൺ. ഇതുപോലത്തെ നമ്മൾ ചൂസ് ചെയ്ത് എഴുതണം. I have lived here for 30 years. I have always looked upon this place as my home. My children advised me against living here in my old age. അതായത് തന്നിരിക്കുന്ന പാരഗ്രാഫിനെ സെന്റൻസ് ആക്കി നമ്മൾ മാറ്റി എഴുതുന്നതാണ്. I have realized that you cannot expect to have everything you like to have. I think you too have realized it. ഇങ്ങനെയാണിത് മാറ്റേണ്ടത് പാരഗ്രാഫ് ടു സെന്റൻസ് വരുമ്പോൾ. 10ാമത്തെ നമുക്ക് തന്നിരിക്കുന്നത് യു മൈറ്റ് ഹാവ് പ്രിപ്പയർഡ് സം പോസ്റ്റേഴ്സ് വൈൽ ഒബ്സർവിങ് എൻവയോൺമെന്റ് ഡേ. ലുക്ക് അറ്റ് ദീസ് സാമ്പിൾ പോസ്റ്റേഴ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് എൻവയോൺമെന്റ് ഡേ ആണ്. എൻവയോൺമെന്റ് ഡേയുടെ സാമ്പിൾ പോസ്റ്റേഴ്സ് ആണ് തന്നിരിക്കുന്നത്. പ്ലാസ്റ്റിക് ഈസ് എവറിവെയർ എന്ന് പറഞ്ഞിട്ടും ഡോണ്ട് കിൽ അവർ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് മരങ്ങളുടെയും തന്നിട്ടുണ്ട്. നമ്മൾ ആ പോസ്റ്റർ അനലൈസ് ചെയ്യുക. വാട്ട് ഫങ്ഷൻസ് ഡു ദേ സെർവ്, അതിൻ്റെ ഫങ്ഷൻ എന്തൊക്കെയാണ്? ടു എഡ്യൂക്കേറ്റ്, ടു ഇൻഫോം, അവയർനെസ്, വാർണിംഗ് ഒക്കെയാണ്. ഡു യു തിങ്ക് പോസ്റ്റേഴ്സ് ലൈക്ക് ദീസ് ഹാവ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ലാംഗ്വേജ്? ഗിവ് സം എക്സാമ്പിൾസ്. സിമ്പിൾ ലാംഗ്വേജ് ആണ്. മെസ്സേജസ് ഉണ്ട്, സ്ലോഗൻസ് ഉണ്ട്. ഇനി പ്രിപ്പയർ സം സ്ലോഗൻസ് ഓൺ ദ മിസ്യൂസ് ഓഫ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ആണ്. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ മിസ്യൂസിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഡോണ്ട് ലെറ്റ് ഗാഡ്ജറ്റ്സ് റീപ്ലേസ് യുവർ ഔട്ട്ഡോർ ഗെയിംസ്. ഡിസ്കണക്ട് ടു റീകണക്ട്. ലെസ് സ്ക്രീൻ മോർ ഡ്രീം. ലിവ് മോർ സ്ക്രോൾ ലെസ്. പവർ ഡൗൺ ഗാഡ്ജറ്റ്സ് ആൻഡ് പവർ അപ്പ് യുവർ ലൈഫ്. ഡോണ്ട് ലെറ്റ് യുവർ ഗാഡ്ജറ്റ്സ് സ്റ്റീൽ യുവർ ലൈഫ്. ഇത്രയുമാണ് ആ സ്ലോഗൻസ് വരിക. നെക്സ്റ്റ് വരുന്നത് ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓൺ ദ മിസ്യൂസ് ഓഫ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ആണ്. നമ്മൾ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ദുരുപയോഗം അങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത്.
നിങ്ങൾ ഇതായി താഴെ തന്നിരിക്കുന്ന വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേർഡ്സ് കൊടുത്ത് ഡിസൈൻ ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് നമ്മളുടെ ആക്ടിവിറ്റീസിൽ വരുന്നത്. എ റോബോട്ട് വിത്ത് എ വൈറസിൻ്റെ ഫുൾ ചാപ്റ്റർ വിത്ത് ആക്ടിവിറ്റീസ്, ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ലെസൺ എക്സ്പ്ലനേഷനും എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പ്രീവിയസ് വീഡിയോസിൻ്റെ ലിങ്ക് നമ്മളിതിൽ അറ്റാച്ച് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. എല്ലാത്തിനും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. ക്ലാസ് കുറച്ച് സ്പീഡിലാണ് പോയത്. കുറച്ചധികം ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നുകൊണ്ടാണ് കുറച്ച് സ്പീഡാക്കിയത്. ആവശ്യമുള്ളവർ പൗസ് ചെയ്ത് വെച്ച് കാണാൻ വേണ്ടി ശ്രമിക്കുക. തുടർന്നും വാച്ച് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.